നമസ്കാരം. ഒരു വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം ഏതാണെന്ന് വെച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ, അത് ടയറുകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എത്ര കരുത്തുള്ള വണ്ടിയാണെങ്കിലും, എത്ര ഫാസ്റ്റ് ആണെങ്കിലും, എത്രമാത്രം ആ ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിലും, ആ ഒരു പെർഫോമൻസ് റോഡിലേക്ക് എത്തിക്കാൻ നല്ല ടയറുകൾ വേണം. ആ ഒരു പെർഫോമൻസ് സേഫായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിലും നല്ല ടയറുകൾ വേണം. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വണ്ടിയിൽ കിടക്കുന്ന മിഷ്ലിൻ ടയറുകളെ കുറിച്ചാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, മിഷ്ലിൻ ടയറോ അത് കിട്ടാനില്ലല്ലോ, സ്റ്റോക്കില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഞാനൊരു ചെറിയ റിസർച്ചൊക്കെ നടത്തി നോക്കി ഈ ഒരു മിഷ്ലിൻ ടയറുകളെ കുറിച്ച്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് ഡീപ്പായിട്ടൊന്നും ആ ഒരു റിസർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം മിഷ്ലിൻ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അങ്ങനെ ആ ഒരു പോപ്പുലർ ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നിരത്തിൽ ഈ വണ്ടിയുടെ ആ ഒരു ടയറിൽ കാണാനില്ലെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഷോറൂമിൽ വാങ്ങാൻ കിട്ടുന്നില്ല, അവൈലബിൾ അല്ലാന്ന് പറഞ്ഞു. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും അത്ര സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ്. അത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവള്ളൂരിലെ ആ ഒരു ബസ് ആൻഡ് ട്രക്ക് ടയർ മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റിയിൽ ഏറെക്കുറെ 564 കോടി രൂപയോളം, 61 മില്യൺ യൂറോയോളമാണ് പാസഞ്ചർ കാറുകളിലെ, പ്രീമിയം പാസഞ്ചർ കാറുകളിലേക്ക് ആ ഒരു ടയർ മാനുഫാക്ചറിങ് കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് 2013 ഈ ഒരു തിരുവള്ളൂരിലെ ആ ഒരു പ്ലാന്റ് ഓപ്പറേഷണൽ ആകാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 2840 കോടി രൂപയുടെ മുകളിലാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് മിഷ്ലിൻ ടയറുകളിൽ വന്നിട്ടുള്ളത്, പുതിയ ആ ഒരു പാസഞ്ചർ കാറുകളുടെ ടയർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. മിഷ്ലിൻ്റെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യയുടെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ കീഴിലാണ് ശരിക്കും അലൈൻ ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ ഗ്രോത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഇന്നോവേഷൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ആ ഒരു ഇന്ത്യൻ ഗവൺമെൻറ്റിനോടുള്ള ഒരു മിഷനിൻ്റെ കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരിത്തിരി കോൺഫിഡൻസ് കൂടി നൽകിയിട്ട് ഒരിത്തിരി കൂടി ഇന്നോവേറ്റീവായിട്ട് ഒരിത്തിരി കൂടി ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് നിലയിലേക്ക് മാറാൻ സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മിഷനിന് ഇന്ത്യയെ ഒരു പിവിറ്റലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. മിഷ്ലിൻ തങ്ങളുടെ മോഡേണും ഇന്നോവേറ്റീവുമായിട്ടുള്ള ആ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി വെച്ച് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റിയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ആ ഒരു കാര്യമാണ്. അതായത് എനിക്ക് തോന്നുന്നു ഡെലിവറിങ് ഹയസ്റ്റ് ആ ഒരു സ്റ്റാൻഡേർഡും സേഫ്റ്റിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മിഷ്ലിൻ ഇതുകൊണ്ട് ഉന്നം വയ്ക്കുന്നത് എന്നുള്ളതാണ്. മിഷ്ലിൻ ഇന്ത്യയുടെ എയിം എന്ന് പറയുന്നത് സുപ്പീരിയർ ക്വാളിറ്റി പാസഞ്ചർ കാർ ടയർസ് ഡെലിവറി എന്നുള്ളതാണ്. അതായത് ആ ഒരു ടയറുകൾ എന്തായാലും കംഫർട്ടായിട്ടും അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയൊക്കെ മീറ്റ് ചെയ്യുന്ന ടയറുകളായിരിക്കണം എന്നുള്ളത് മിഷ്ലിൻ ആ ഒരു ഇന്ത്യയുടെ ആ ഒരു ഉന്നമാണ്. മിഷ്ലിൻ ഇന്ത്യയുടെ ഈ ഒരു പുതിയ കപ്പാസിറ്റി ഉന്നം വയ്ക്കുന്നത് ഇന്ത്യയിലെ റീറ്റെയിൽ മാർക്കറ്റിന് വേണ്ടി മാത്രം പ്രീമിയം പാസഞ്ചർ കാർ ടയറുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. മിഷ്ലിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇന്ത്യയിൽ. ഇൻഡസ്ട്രി 5.0 എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് മിഷ്ലിൻ്റെ ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങളാണ്. ഓട്ടോമേഷൻ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും അത് മിഷ്ലിൻ്റെ മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റികളാണ്, ലോകത്തിലെ ആ ഒരു ടെക്നോളജികളാണ്. മിഷ്ലിൻ ശരിക്കും ഡീകാർബണൈസേഷനിലും എമിഷൻ റിഡക്ഷനിലൊക്കെ തീർത്തും വിശ്വസിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവർ കരുതുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോട്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു സസ്റ്റൈനബിൾ ടയർ ക്രൂഷ്യൽ പങ്കാണ് ഫ്യൂവൽ എഫിഷ്യൻസിയിൽ ആ ഒരു വഹിക്കുന്നത് എന്നാണ്. 2025 Q3 കൂടിയിട്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഫസ്റ്റ് ബാച്ച് ഓഫ് ടയർസ് ആ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ നിന്ന് പുറത്തു വരുമെന്നാണ് മിഷ്ലിൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ പ്രീമിയം കാർ ടയർ മാർക്കറ്റിൽ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഗ്രോത്താണ് ശരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലീഡിങ് മാനുഫാക്ചർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കലി ഒരു ഇമ്പ്രൂവ് ആയിട്ടുള്ള കമ്പനി എന്ന നിലയ്ക്ക് മിഷ്ലിന് തീർത്തും ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണിത്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും കൂടുതൽ ടയറുകൾ നിർമ്മിക്കുന്നതിനും പാസഞ്ചർ കാറുകളിലേക്ക് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിനും. ചെന്നൈയിലെ മിഷ്ലിൻ ഫാക്ടറി 2014 മുതൽ ഓപ്പറേഷനിലാണ്. അവിടെ ട്രക്കിനും ബസ്സിനുമായിട്ടുള്ള റേഡിയൽ ടയർ ഉണ്ടാക്കുന്നത് ശരിക്കും ഇന്ത്യക്ക് വേണ്ടിയിട്ടും എക്സ്പോർട്ട് മാർക്കറ്റിന് വേണ്ടിയിട്ടും. 2020 ഇന്ത്യൻ ഡിഫൻസിൻ്റെ ആ ഒരു OEMസിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നുണ്ടായിട്ടുണ്ട്. മാനുഫാക്ചറിങ് ക്യാപ്പബിലിറ്റീസിന് പുറമെ ഒരു ഗ്ലോബൽ ഹബ്ബും പൂനെയിൽ മിഷ്ലിൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജീസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ എഞ്ചിനീയറിങ്ങും ഡിജിറ്റൽ സർവീസസും ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററുമാണ്. അതായത് റിസർച്ച് എഫേർട്ടും അല്ലെങ്കിൽ ആ ഒരു മിഷ്ലിൻ ഗ്രൂപ്പിൻ്റെ റിസർച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ആ ഒരു RT സെൻറ്റർ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സസ്റ്റൈനബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ മിഷ്ലിൻ ഇന്ത്യ വേരിയസ് എൻവിറോൺമെൻറ്റ് പ്രോജക്റ്റും ചെന്നൈയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ മിഷ്ലിൻ ഗ്രൂപ്പ്സിൻ്റെ ഗ്ലോബൽ ഗ്രീൻ മിഷൻ്റെ ആ ഒരു കാര്യമായിട്ട് റീച്ചിങ് ക്ലൈമറ്റ് ടാർഗറ്റില്ലേ, അതായത് നമ്മുടെ ബിക്കമിങ് കാർബൺ ന്യൂട്രൽ 2050 കൂടി ആവുന്ന ഒരു കാര്യം വെച്ചിട്ട് ആ ഒരു കാര്യത്തിൽ ശരിക്കും നല്ല സംഭാവനകൾ മിഷ്ലിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
ഇന്ന് ഈ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഗ്രീനസ്റ്റ് ഫെസിലിറ്റി ഓഫ് ഇന്ത്യയാണ്. വൺ ഓഫ് ദ ആ ഒരു ഫെസിലിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീറോ കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന നിലയ്ക്കാണ്. സീറോ ലിക്വിഡ് ഡിസ്ചാർജ്, 100% റീസൈക്ലിംഗ്. ആ ഒരു ഫെസിലിറ്റിയിൽ 90% മഴവെള്ളമാണ് ഹാർവെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതിലാണ്. അങ്ങനെ പറയുമ്പോൾ 37% റീയൂസബിൾ എനർജിയിലാണ് ആ ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്നതിലാണ്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ടയറുകളാണെന്ന് ഞാൻ പറഞ്ഞു. ആ ടയറുകൾ മെഷീനിലാകുമ്പോൾ കുറച്ചുകൂടി സേഫാണ്, കുറച്ചും കൂടി കംഫർട്ടബിളാണ്, കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആ ഒരു എനർജി കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഗ്രീനാണ്, പ്രകൃതിക്ക് ഇണങ്ങിയതാണ് എന്നുള്ളതാണ്. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.